ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയുടെ പാർട്ട് 1 ആണ്. കെമിസ്ട്രിയുടെ ഹിസ്റ്ററി, അതുപോലെ ആറ്റങ്ങൾ, അവയുടെ വിവിധ മോഡലുകൾ എന്നിവയെക്കുറിച്ച് ഈ ക്ലാസ്സിൽ പഠിക്കാം. ആദ്യമായിട്ട് പുരാതന കാലത്ത് കെമിസ്ട്രി അറിയപ്പെട്ടിരുന്നത് ആൽക്കമി എന്നാണ്. അറബികളാണ് ആൽക്കമി എന്ന പേര് നൽകിയത്. പുരാതന രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജാബിർ ഇബിൻ ഹയാൻ എന്നാണ്. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിലാണ്. എലമെൻറ്റ്സ് എന്ന പദം ഉപയോഗിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് സ്കെപ്റ്റിക്കൽ കെമിസ്ട്രി എന്ന ബുക്ക്. പക്ഷേ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലവോസിയറാണ്. അപ്പോൾ ലവോസിയറിനെ കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്ന്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൻ്റണിയോ ലവോസിയർ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൻ്റണിയോ ലവോസിയർ. പിന്നീട് ഓക്സിജനും ഹൈഡ്രജനൊക്കെ ആ പേര് നൽകിയത് ആൻ്റണിയോ ലവോസിയറാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. പിന്നെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ ആഗിരണം ചെയ്യും, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പുറന്തള്ളുക എന്നൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൻ്റണിയോ ലവോസിയർ. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് വേർതിരിച്ചതും ആൻ്റണിയോ ലവോസിയറാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ്. അപ്പോൾ വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഭജിക്കും പറഞ്ഞിട്ട് ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചു. ഹെൻറി കാവൻഡിഷിന് മനസ്സിലായി, എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജനെ ഓക്സിജൻ വെച്ച് കത്തിച്ചാൽ വെള്ളമുണ്ടാകും എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. പിന്നെ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലിയാണ്. പിന്നെ അറിയേണ്ട ശാസ്ത്രജ്ഞനാണ് ബെർസുലിയസ്. പണ്ട് ഈ മൂലകങ്ങളെ സൂചിപ്പിച്ചിരുന്ന ഒരു ചിത്രങ്ങൾ വെച്ചിട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ലെറ്ററിലുള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ബെർസുലിയസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം കണ്ടുപിടിച്ച 4 മൂലകങ്ങളാണ് സെലീനിയം, തോറിയം, സിറിയം, സിലിക്കൺ എന്നിങ്ങനെ. ആറ്റം, ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റോമസ് എന്ന വാക്കിൽ നിന്നാണ് ആറ്റം വന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ കണം പറഞ്ഞാൽ അതിന് എല്ലാ രാസപരമായ എല്ലാ ഗുണങ്ങളും ഉണ്ടാവുക എന്ന ഏറ്റവും ചെറിയ കണം. അതുപോലെ അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡാണ്. പക്ഷേ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ്. ജോൺ ഡാൾട്ടൻ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കും, ഒരേ ഗുണമുണ്ടാകും, ഒരേ മാസ് ഉണ്ടാകും, എല്ലാം ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത മൂലകങ്ങൾക്ക് വ്യത്യസ്ത ആറ്റങ്ങളായിരിക്കും, അവയുടെ ഗുണത്തിലും മാസിലും വലിപ്പത്തിലും എല്ലാം വ്യത്യസ്തമായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് പറഞ്ഞു. അതിലധികം മൂലകങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാക്കുകയും എന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റോമിക സിദ്ധാന്തത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ നിറവും ഗുണവും വലിപ്പവും എല്ലാം ഒരേപോലെ ആയിരിക്കും പറഞ്ഞു. അതിനുശേഷം വ്യത്യസ്ത മൂലകങ്ങൾക്ക് വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത വലിപ്പത്തിലും വ്യത്യസ്ത ഗുണത്തിലുമുള്ള ആറ്റങ്ങളായിരിക്കും പറഞ്ഞു. രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങളാണ് പങ്കെടുക്കുക. അതിലധികമോ ആറ്റങ്ങൾ ചേർന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും ആറ്റോമിക സിദ്ധാന്തത്തിൽ ജോൺ ഡാൾട്ടൻ അവതരിപ്പിച്ചു. ഇങ്ങനെ അവതരിപ്പിച്ച സമയത്താണ് ഒരു യൂഗൻ ഗോൾഡൻസ്റ്റീൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഡിസ്ചാർജ് ട്യൂബിലൂടെ നടത്തിയ പരീക്ഷണത്തിൽ ജോൺ ഡാൾട്ടൻ പറഞ്ഞ ആറ്റോമിക് സിദ്ധാന്തങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിവുകൾ കൊടുത്തു. അതുപോലെ ഈ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തു. അതിനുശേഷം 1897 ജെ തോംസണ് നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ആറ്റത്തിലുണ്ട് എന്ന് കണ്ടെത്തി. അതുപോലെ ആറ്റത്തിനെ വിഭജിക്കാൻ സാധിക്കും എന്നും ജെ തോംസൺ കണ്ടെത്തി. ആ നെഗറ്റീവ് കണങ്ങളെ ഇലക്ട്രോണുകൾ എന്ന് വിളിച്ചു. ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ റസിൻ പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ തണ്ണിമത്തൻ മോഡൽ അവതരിപ്പിച്ചു. ഈ തണ്ണിമത്തൻ മോഡൽ എന്താ പറയുന്നത്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുകൾ തണ്ണിമത്തനിലെ കുരു നിൽക്കുന്ന പോലെ പോസിറ്റീവ് ഗോളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങിങ്ങായി കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെയും എണ്ണങ്ങൾ സമമായിരിക്കും, അതുകൊണ്ട് ന്യൂട്രൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് തണ്ണിമത്തനുള്ള കുരുക്കളുടെ എണ്ണവും ആ തണ്ണിമത്തൻ്റെ ഫ്ലഷും ഒരുപോലെ ആയിരിക്കും എന്നാണ് ജെ തോംസൺ പറഞ്ഞത്. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും വ്യത്യസ്ത ആൾക്കാരാണല്ലോ, അവ തമ്മിൽ എതിരാളികളുമല്ലേ, അപ്പോൾ എങ്ങനെയായിരിക്കും ഈ നെഗറ്റീവ് ചാർജുകൾ പോസിറ്റീവ് ചാർജുള്ള ഗോളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ഥിരത പറയാൻ
ജെ തോംസൺ മോഡലിന് കഴിഞ്ഞില്ല. ആറ്റത്തിൻ്റെ സ്ഥിരത, ആറ്റത്തിനുള്ളിൽ എങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ഒരുമിച്ച് നിൽക്കും എന്ന് വിശദീകരിക്കാൻ ജെ തോംസന് കഴിഞ്ഞില്ല. ഈ മോഡൽ തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെ ഏണസ്റ്റ് റൂദർഫോർഡ് വന്നു. ഏണസ്റ്റ് റൂദർഫോർഡ് എന്ത് ചെയ്തു വെച്ചാൽ, അദ്ദേഹം ഏണി വെച്ചിട്ട് ഒരു സ്വർണത്തിൻ്റെ ചെറിയ പ്ലേറ്റ് എടുത്ത് അതിൽ ആൽഫ പാർട്ടിക്കിളിനെ കടത്തിവിട്ടു. ആ ആൽഫ പാർട്ടിക്കിൾ സ്വർണ്ണത്തകിടി തട്ടി തിരിച്ചു വരുന്ന റേയിനെ വിശദമായി പഠിച്ചു. അപ്പോൾ അത് മനസ്സിലായി, ചില റേസ് കറക്റ്റായിട്ട് കടന്നു പോകുന്നു, ചില ആൽഫ ഗണങ്ങൾ മാത്രം വിപരീത ദിശയിൽ മടങ്ങി. അപ്പോൾ ഈ വിപരീത ദിശയിൽ മടങ്ങിയതിന് കാരണം കേന്ദ്രഭാഗത്ത് മാത്രമാണ് ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രഭാഗമുണ്ട് എന്ന് കണ്ടെത്താൻ സഹായിച്ചു. അദ്ദേഹം അതിനുശേഷം സൗരയൂഥ മോഡൽ അവതരിപ്പിച്ചു. സൗരയൂഥ മോഡൽ എന്താണെന്ന് വെച്ചാൽ, ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കുറവാണ്. ന്യൂക്ലിയസ് ഉണ്ട്, ആറ്റത്തിൽ പോസിറ്റീവുള്ള കണങ്ങളും ആറ്റത്തിലെ ഭൂരിഭാഗം മാസും ന്യൂക്ലിയസിലുള്ളതാണ് പറഞ്ഞു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജും ആറ്റത്തിലെ മൊത്തം മാക്സിമം മാസും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് എന്നും ഏണസ്റ്റ് റൂദർഫോർഡ് പറഞ്ഞു. പിന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ നമ്മുടെ ഭൂമിനെ പോലെയും ബുധനെ പോലെയൊക്കെ ഇങ്ങനെ ചുറ്റുകയാണ് എന്നും പറഞ്ഞ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോണുകൾ തലകറങ്ങി ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വീഴില്ലേ എന്ന് എല്ലാവരും സംശയം പ്രകടിപ്പിച്ചു. അത് ശരിയാണല്ലോ. നമ്മളിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ അവസാനം തലകറങ്ങി നമ്മൾ വീഴും പോയില്ലേ. അതുപോലെ ആളുകൾ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ സൗരയൂഥ മോഡലിനുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്ന ഇലക്ട്രോണുകൾ തുടർച്ചയായി ഊർജ്ജം നഷ്ടപ്പെട്ടിട്ട് ന്യൂക്ലിയസിൽ വന്ന് പതിക്കില്ലേ, അപ്പോൾ ആറ്റത്തിന് സ്ഥിരതയുണ്ടാവില്ലല്ലോ എന്നതായിരുന്നു. പിന്നെ ഇദ്ദേഹം കണ്ടെത്തിയതാണ് പ്രോട്ടോണുകൾ കണ്ടെത്തി. പ്രോട്ടോണുകളുടെ ചാർജും ഇലക്ട്രോണുകളുടെ ഓപ്പോസിറ്റ് ചാർജിന് തുല്യമായിരിക്കും. ഇവ രണ്ടും ഈക്വൽ ആയിരിക്കും. പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം റൂദർഫോർഡിന് ശേഷം പിന്നീട് ആറ്റത്തിൻ്റെ മാതൃക കൊണ്ടുവന്നതായിരുന്നു നീൽസ് ബോർ. നീൽസ് ബോർ പറഞ്ഞു, ആറ്റം സൗരയൂഥ മോഡലിൽ തന്നെയാണ്, പക്ഷേ ഇലക്ട്രോണുകൾ ഒരു നിശ്ചിത ഓർബിറ്റലിൽ മാത്രമാണ് ചുറ്റുക. അവയെ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ ഓർബിറ്റൽ എന്ന് പറയാം. ഓർബിറ്റലിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ഒരു നിശ്ചിത ഓർബിറ്റലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവയ്ക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുകയില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഊർജ്ജം കൂടി വരും. അതേസമയം ന്യൂക്ലിയസിൻ്റെ അടുത്താണ് വെച്ചാൽ ഊർജ്ജം കമ്മിയായിരിക്കും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. അതേസമയം ന്യൂക്ലിയസിൻ്റെ അടുത്താണ് വെച്ചാൽ ആ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ ഊർജ്ജം കമ്മിയായിരിക്കും. ഉള്ളിലുള്ള ഇലക്ട്രോണിനെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ ഊർജ്ജം നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം വെളിയിലുള്ള ഷെല്ലുള്ള ഇലക്ട്രോണിന് ഊർജ്ജം കൂടുതലാണല്ലോ. അതേപോലെ വെളിയിലുള്ള ഷെല്ലുള്ള ഇലക്ട്രോണിന് ഉള്ളിലേക്ക് വരണം വെച്ചാൽ അതിൻ്റെ ഊർജ്ജം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഉള്ളിലേക്ക് വരിക. ഈ ഷെല്ലുകൾക്ക് KLMN എന്നിങ്ങനെ പേര് നൽകി. ഇതൊക്കെയായിരുന്നു നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിനെ അടിസ്ഥാനമാക്കിയാണ്. പക്ഷേ ഈ നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക ഹൈഡ്രജൻ ആറ്റത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ആറ്റത്തിലെ 3 കണങ്ങളെക്കുറിച്ച് കറക്റ്റായി പഠിക്കാം. ഒന്ന്, ഇലക്ട്രോണുകളിന് നെഗറ്റീവ് ചാർജാണുള്ളത്. ന്യൂക്ലിയസിനുള്ള പുറത്തുള്ള ഓർബിറ്റലിലാണ് കാണുന്നത്. അവയ്ക്ക് മാസ് കമ്മിയാണ്. അതേസമയം പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. അവയ്ക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അവൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജൊന്നും ഇല്ലാത്ത കണങ്ങളാണ്. അവ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. അതുപോലെ മാസ് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ഇനി നമുക്കറിയേണ്ട ഒരു ശാസ്ത്രജ്ഞനാണ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായ്. അദ്ദേഹമാണ് ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ്. അപ്പോൾ രസതന്ത്രത്തിൻ്റെ 4 പേര് ആരൊക്കെയാണ്? ഒന്ന്, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആൻ്റണിയോ ലവോസിയർ, രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ, പുരാതന രസതന്ത്രത്തിൻ്റെ പിതാവ് ജാബിർ ഇബിൻ ഹയാൻ, ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായ്. അദ്ദേഹമായിരുന്നു ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവും. അതുപോലെ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ആദ്യ മരുന്ന് കമ്പനിയുടെ നിർമ്മാതാവും ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായ് ആയിരുന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യമായിട്ട് കെമിസ്ട്രിയുടെ
ഉൽപ്പത്തി. കെമിസ്ട്രിയുടെ ഉൽപ്പത്തി ആൽക്കമി എന്ന വാക്കിൽ നിന്നാണ്. അറബികളാണ് ആ വാക്ക് ഉപയോഗിച്ചിരുന്നത്. പുരാതന രസതന്ത്രത്തിൻ്റെ പിതാവ് ജാബിർ ബിൻ ഹയാനായിരുന്നു. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന വാക്ക് കണ്ടുപിടിച്ചത് റോബർട്ട് ബോയിലാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ബുക്കാണ് സ്കെപ്റ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിനുശേഷം ആധുനിക രസതന്ത്രം വന്നു. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആൻ്റണിയോ ലവോസിയറാണ്. അദ്ദേഹമാണ് ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകിയത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ്. സർ ഹംഫ്രി ഡേവി വൈദ്യുതി കടത്തിവിടുമ്പോൾ ജലം ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വേർതിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. അതിൽ നിന്നും ഹൈഡ്രജനെ ഓക്സിജൻ വഴി കത്തിച്ചാൽ ജലമുണ്ടാകുമെന്നും ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ ജോസഫ് പ്രീസ്ലിയാണ് കണ്ടുപിടിച്ചത്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് ആൻ്റണിയോ ലവോസിയർ കണ്ടുപിടിച്ചു. രാസവസ്തുക്കളുടെ ഭാരം അളക്കാൻ ത്രാസ് രൂപകൽപ്പന ചെയ്തു. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ആൻ്റണിയോ ലവോസിയർ. മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും അദ്ദേഹം വേർതിരിച്ചു. ആറ്റം ഏറ്റവും ഒരു പദാർത്ഥത്തിൻ്റെ ഒരു മൂലകത്തിൻ്റെയോ രാസപരമായ ഒരേ ഗുണങ്ങളുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞു. ആറ്റമസ് എന്ന പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന രൂപം കണ്ടുപിടിച്ചത്. ജോൺ ഡാൾട്ടനാണ് ആറ്റം കണ്ടുപിടിച്ചത്. അദ്ദേഹം ആറ്റം കണ്ടുപിടിച്ചപ്പോൾ ആറ്റമിക് സിദ്ധാന്തം പറഞ്ഞു. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഒരേ ഗുണത്തിലും വലിപ്പത്തിലും നിറത്തിലും സ്വഭാവത്തിലും എല്ലാത്തിലും മാസിലും എല്ലാത്തിലും സമാനമായിരിക്കും എന്ന് പറഞ്ഞു. വ്യത്യസ്ത മൂലകങ്ങൾക്ക് വ്യത്യസ്ത ആറ്റങ്ങളായിരിക്കും. അവയ്ക്ക് വ്യത്യസ്ത ഗുണങ്ങളും മാസും എല്ലാം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ സംയോജിച്ച് ആണ് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വാദങ്ങളെല്ലാം യൂഗൻ ഗോൾഡൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ ഡിസ്ചാർജ് ടെസ്റ്റ് ട്യൂബിൽ ചില കാര്യങ്ങളൊക്കെ തെറ്റാണ്, ആറ്റമിക് സിദ്ധാന്തം തെറ്റാണ് എന്ന് തെളിയിച്ചു. അതില്ലാതെ അദ്ദേഹം പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാവാം എന്നും പ്രവചിച്ചു. പിന്നീട് വന്ന ജെ തോംസൺ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിക്സ് എന്നുള്ള കണങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഇലക്ട്രോണുകൾ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അദ്ദേഹം ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റസീൻ പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ തണ്ണിമത്തൻ മോഡൽ കണ്ടുപിടിച്ചു. തണ്ണിമത്തനിലെ കുരുകളെ പോലെ പോസിറ്റീവ് ഗോളത്തിൽ കുറച്ച് നെഗറ്റീവ് ചാർജാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ഥിരതയെ, ആറ്റത്തിനുള്ളിൽ അങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇങ്ങനെ എതിരാളികൾ എങ്ങനെ ഒരുമിച്ച് നിൽക്കും എന്നതിനുള്ള ആൻസർ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അങ്ങനെ ഈ മോഡൽ പരാജയപ്പെട്ട മോഡലാണ്. പിന്നീട് വന്നത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ഏണി വെച്ചിട്ട് ഒരു ആൽഫ കണങ്ങളെ ഒരു സ്വർണ്ണത്തകിട് തട്ടിയിട്ട് ആ തിരിച്ചു വരുന്ന കണങ്ങളെ പരിശോധിച്ചപ്പോൾ ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസ് പറഞ്ഞ ഒരു കേന്ദ്രഭാഗം ഉണ്ടാകുന്നു. അതിലാണ് മാക്സിമം മാസ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ആറ്റത്തിൻ്റെ വലിപ്പത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ തുച്ഛമാണെന്ന്, പിന്നെ ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള മുഴുവൻ കണങ്ങളും ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള എല്ലാ കണങ്ങളും ന്യൂക്ലിയസിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിക്സുകൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ വലം വയ്ക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂക്ലിയസിന് ചുറ്റും വയ്ക്കുന്ന ഇലക്ട്രോണുകൾ അവ ഊർജ്ജം നഷ്ടപ്പെട്ടിട്ട് ന്യൂക്ലിയസിനുള്ളിൽ വീഴുകയില്ലേ, അങ്ങനെ ആറ്റത്തിന് സ്ഥിരത ഉണ്ടാവുകയില്ല എന്നുള്ള ക്വസ്റ്റ്യൻസിന് അതിന് ആൻസർ ഈ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ പ്രോട്ടോണിന് ഇലക്ട്രോണിൻ്റെ ചാർജിന് ഈക്വലും വിപരീതമാണെന്ന് കണ്ടുപിടിച്ചതും റൂദർഫോർഡായിരുന്നു. ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞു വെച്ചാൽ ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണുകൾ കണ്ടെത്തി. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ലാത്ത പ്രോട്ടോണിനോളം മാസുള്ള കണങ്ങളാണ് ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമുണ്ടെന്നും അതിനാൽ പ്രോട്ടോണിനോടൊപ്പം മാസുള്ള കണങ്ങളാണ് ന്യൂട്രോണുകൾ. അതിനുശേഷം നീൽസ് ബോർ ആറ്റം മോഡൽ അവതരിപ്പിച്ചു. അതിൽ റൂദർഫോർഡിനെ പോലെ സൗരയൂഥ മോഡൽ തന്നെയായിരുന്നു. പക്ഷേ ആറ്റങ്ങളിലെ ഇലക്ട്രോൺസുകൾ ഒരു പ്രത്യേക ഓർബിറ്റലിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജ്ജ ലെവലിലുള്ള ഓർബിറ്റലിൽ മാത്രമാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂക്ലിയസിന് അടുത്തുള്ള ഇലക്ട്രോൺസുകൾക്ക് ഊർജ്ജം കുറവും ന്യൂക്ലിയസിന് വെളിയിലുള്ള ഏറ്റവും ബാഹ്യഭാഗത്തുള്ള ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുതലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂക്ലിയസിന് അടുത്തുള്ള ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിന് വെളിയിലുള്ള ഓർബിറ്റിലേക്ക് എത്താൻ ഊർജ്ജം കൊടുക്കുകയും അതേസമയം വെളിയിലുള്ള ഇലക്ട്രോണുകളെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവയ്ക്ക് ഊർജ്ജം നഷ്ടപ്പെടുകയും ചെയ്യും എന്നും കണ്ടെത്തി. KLMN എന്നിങ്ങനെയാണ് ഓർബിറ്റലിന് പേര് നൽകിയത്. ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജിൻ്റെ ന്യൂക്ലിയസിന് പുറത്തുള്ള ഓർബിറ്റലിലാണ് കാണുന്നത്. അവയ്ക്ക് മാസ് കമ്മിയാണെന്ന് പറഞ്ഞു. പ്രോട്ടോണിന് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. പോസിറ്റീവ് ചാർജാണുള്ളത്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. പിന്നെ ന്യൂട്രോണുകളാണുള്ളത്. അവയ്ക്ക് ചാർജില്ല. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്.
പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ. ഇന്ത്യൻ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ രാസ വ്യവസായത്തിൻ്റെ പിതാവ്. ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ഫസ്റ്റ് മെഡിക്കൽ ഫാക്ടറിയുടെ സ്ഥാപകനും ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേയാണ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ടേക്ക് കെയർ, ബൈ.